സംഭവം എന്നറിയാമോ? ഇതാണ് 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചത്, മിക്സ് ചെയ്ത്, ഒരു തക്കാളി, 2 മുളക് അരിഞ്ഞത്, പിന്നെ ഇനി ഇടാനുണ്ട് സംഭവങ്ങളൊക്കെ. കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടു. ഇനി ഇടാൻ പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പൊടി. തേങ്ങാപ്പൊടി ഒഴിച്ച് ഇതുവരെ ആരെങ്കിലും എഗ്ഗ് ഓംപ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനാണ് ആദ്യമായിട്ട് ഓംപ്ലേറ്റിൽ തേങ്ങാപ്പൊടി ഇട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഒരു പരീക്ഷ നടത്തുന്നത്. എങ്ങനെ ഉണ്ടാവും? അത് കഴിഞ്ഞിട്ട് ശർക്കര തേച്ചൊരെണ്ണം, ശർക്കരയും കൂടെ ഇട്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഇരിക്കുമെന്ന് അറിയണം. ഇതിൽ കുറച്ച് തേങ്ങാപ്പൊടി വേണം. കുറച്ചിട്ടാൽ മതി, 2-3 സ്പൂൺ ഇട്ടാൽ മതി. അതിൻ്റെ ആവശ്യം കൂടുതലായി കഴിഞ്ഞാൽ വേവാനൊക്കെ സമയം എടുക്കും ഒത്തിരി. കുറച്ച് 2 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ. ഇതിപ്പോൾ ഞാൻ മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്തിട്ടിട്ട് പൊടിയിടും, തേങ്ങാപ്പൊടി. എണ്ണ ഞാൻ ഒഴിച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് സോസ് പാനിൽ. പിന്നെ ഇത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയാണ്. അപ്പോൾ അത് കുറച്ച് ഇതിനകത്തോട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, അതായത് ചെറുതായിട്ട് അരിഞ്ഞത്. ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞളിട്ടുണ്ട്, മുളകുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ തേങ്ങാപ്പൊടി 2 സ്പൂൺ, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് 1-2 സ്പൂൺ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എങ്ങനെയുണ്ടാവുന്നത്? എങ്ങനെയുണ്ടത്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? വാട്ട് എ ഓംപ്ലേറ്റ്! എന്താ ഒരു ഭംഗി കാണാൻ! ഇത് കണക്കൊക്കെ നമ്മൾ ഓണത്തിന് അത്തപ്പൂട്ട് എന്തായിരിക്കും സംഭവം? എൻ്റെ ഒരു ഡിസൈന്. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങാപ്പീര ഇട്ടിട്ടുള്ള ഒരു ഓംപ്ലേറ്റ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കുറച്ച് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. അടച്ചു വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടണം. തിരിച്ചിട്ട് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിടാൻ പോവുകയാണ്. ചന്ദ്രനെ മാനത്തുദിച്ചൊരു ചന്ദ്രനെ പോലെ തോന്നുന്നു അല്ലേ? സംഭവം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ മുകളിലോട്ട് ഇട്ടിട്ട് മടക്കി വെച്ച് ഞാൻ കഴിച്ചില്ലെങ്കിൽ ശർക്കരയും കൂടെ ഇട്ടായിരുന്നു. കുറച്ച് ശർക്കരയും കൂടെ ഇട്ടായിരുന്നു. ശർക്കര ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം അടുത്ത ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ശർക്കരയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ശ്രമിച്ചു നോക്കും എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായിട്ട് റെജി IPS എന്നൊരു ചാനലുണ്ട്, വേറൊരു ചാനൽ റെജി മാത്യു പൊണ്ട്രയിലുണ്ട്. എല്ലാം കൂടെ 1600 വീഡിയോസ് ഉണ്ട്. 980 സോങ്സ് അവൈലബിൾ ആണ്. See the playlist of my YouTube channel for songs list. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഞാൻ കഴിച്ചു നോക്കി കൊള്ളാം കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ശർക്കരയും കൂടെ ഇട്ടിട്ട് മടക്കി വെച്ചിട്ട് ഇവിടെ കഴിച്ചു നോക്കുക. പക്ഷെ ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ഉപ്പ് കൂടിയേ പോയി. അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. All rights reserved for this coconut omelette is made and owned by Reggie Matthew Pontrail. Reggie Matthew 5597 Pontrail. Thank you for watching. My mobile number is 00917034171299.